നമ്മൾ ചെയ്യുന്ന ആരാധന ആചാരക്രമങ്ങൾ എന്ത് തന്നെയായാലും, ക്ഷേത്ര ദർശനങ്ങളായാലും, നാമജപാദികളാണെങ്കിലും, നമ്മുടെ കുടുംബത്തെ കാര്യങ്ങളാണെങ്കിലും, ഈ 5 കാര്യം മിനിമം നമ്മൾ പാലിക്കണം. നമസ്കാരം, കൈപ്പേശ്ശേരി കോയനമ്പൂരി. ജപാദികളെക്കുറിച്ചും ജപത്തിൻ്റെ അനുഭവ ഗുണങ്ങളെക്കുറിച്ചും നമ്മൾ സംവദിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഈ ചാനലിലൂടെ 4-4.5 ലക്ഷം പേര് എല്ലാ ദിവസവും നാമം ജപിക്കുന്നുണ്ട്. അവരുടെയൊക്കെ റിവ്യൂസ് കൃത്യമായി നമ്മുടെ അടിയിൽ കമൻ്റായി വരാറുണ്ട്. മിക്കവാറും എല്ലാവരും ഞാനുമായി മെസ്സേജ് ചെയ്യാറുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ജപാദികൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ, നിരവധി മാറ്റങ്ങൾ. ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ആൾക്കാർ പറയും ജപം തുടങ്ങിയ പിന്നെ എത്ര മാറ്റങ്ങളുണ്ടെന്ന് അവരുടെ കമൻസ് വരും, ശ്രദ്ധിച്ചോളൂ. അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് മാറ്റം ഉണ്ടാവുന്നുണ്ട്. അതിനകത്തൊരു 10% ആൾക്കാർക്ക് അല്പമാറ്റമുള്ള ആൾക്കാരുമുണ്ട്. ഒരു 2% ആൾക്കാർക്ക് ഒരു മാറ്റവും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ 2% നമുക്ക് പ്രാധാന്യം. എപ്പോഴും എല്ലാവരും 100% രക്ഷപ്പെടുക അങ്ങനെയാണല്ലോ ആധ്യാത്മിക വിഷയത്തിൽ. ഒരു ഗുരുനാഥൻ എന്ന രീതിയിൽ എനിക്ക് നിങ്ങളെ നിയന്ത്രിക്കുമ്പോൾ പൂർണ്ണ രക്ഷ എന്നുള്ളതാണ്. അപ്പം നാമജപത്തിന് പാലിക്കേണ്ട ശുദ്ധവൃത്താദികളെക്കുറിച്ച്, നാമജപത്തിൽ പാലിക്കേണ്ട ചിട്ടകളെക്കുറിച്ച് നിരവധി തവണ നമ്മൾ സംവദിച്ചിട്ടുണ്ടെങ്കിലും ഒരു നാമം ജപിക്കുന്നയാൾക്ക്, ഒരു ക്ഷേത്ര ദർശനം നടത്തുന്ന ആൾക്ക്, അല്ലെങ്കിൽ ആധ്യാത്മിക വിഷയത്തിൽ ഇടപെടുന്നതിൽ ഏതൊരാൾക്കും, ഒരാളെ സംബന്ധിച്ചിടത്തോളം പഞ്ചശുദ്ധി നിർബന്ധമാണ്. പഞ്ചശുദ്ധി എന്ന് പറഞ്ഞാൽ, പഞ്ച എന്ന് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് തന്നെ നമുക്ക് 5 ശുദ്ധികളാണ് ഒരു മനുഷ്യനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വേണ്ടത്. ആ 5 ശുദ്ധികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പൂർണ്ണമായി നിൽക്കുന്ന ഭജനം, പ്രാർത്ഥന, നാമജപം, ക്ഷേത്ര ദർശനം ഇതെല്ലാം ശരിയാകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മനഃശുദ്ധിയാണ്. നമ്മളിപ്പം നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമഃശിവായ ജപിച്ചു, ഗം ഗണപതേ നമാന്ന് ജപിച്ചു, രാം രാമായ നമാന്ന് ജപിച്ചു, നാരായണായ നമാന്ന് ജപിച്ചു. ആ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് വന്നാൽ അത് നമ്മുടെ മനഃശുദ്ധി കുറവാണ്. നമ്മുടെ മനസ്സിനകത്ത് ആ ഭഗവാൻ പ്രതിഷ്ഠയായി, ആ ഭഗവാനെ മാത്രം കണ്ടുകൊണ്ട്, ആ ഭഗവാനെ മാത്രം ഓർത്തുകൊണ്ട്, ആ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട്, ആ ഭഗവാനെ ജപിക്കുമ്പോൾ മാത്രം കിട്ടുമ്പോൾ മാത്രമാണ് ആ പൂർണ്ണമായ ഭഗവാന്റെ അനുഗ്രഹകല നമുക്ക് വരുന്നത്. സമയത്ത് കോട്ടുവായി ഇടുക, വേറെ ചിന്തകളിലേക്ക് മനസ്സ് പോവുക, മനസ്സിനകത്ത് നീചത്വം തോന്നുക, ഇതൊക്കെ നമ്മളിൽ ദുരിതങ്ങളുണ്ടെന്നുള്ള തെളിവുകളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നാമം ജപിക്കുമ്പോൾ ആ ഭഗവാനെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് മനഃശുദ്ധി. അതാണ് മനഃശുദ്ധി എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യമായിട്ട് വേണം. 2, ദ്രവ്യശുദ്ധി. ദ്രവ്യശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വിളക്ക്, അത് വൃത്തിയായിട്ടുള്ള വിളക്കാണ്. നല്ല എണ്ണയൊഴിക്കണം, നല്ല തിരിയിടണം, നല്ല സ്ഥലത്ത് അത് സ്ഥിതി ചെയ്യിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ വെക്കുന്ന സ്ഥലങ്ങൾ ശുദ്ധമായി ഉപയോഗിക്കണം. ആ വിളക്ക് വൃത്തിയായി കഴുകി വെച്ചിരിക്കണം. അതിലുപയോഗിക്കുന്ന തിരി പുതിയതായിരിക്കണം. അതുപോലെ തിരി നല്ലതായിരിക്കണം, എണ്ണയായിരിക്കണം, കരിന്തിരി കത്താൻ പാടില്ല, കരിയോടുകൂടി തിരി കത്താൻ മേല. അപ്പോൾ ദ്രവ്യശുദ്ധി അത് ഏറ്റവും നല്ല വൃത്തിയായി സൂക്ഷിക്കണം. അപ്പോഴാണ് വിളക്ക് വയ്ക്കുമ്പോൾ അതിൻ്റേതായി നിൽക്കുന്ന അനുഗ്രഹ ഘടന. അപ്പം മനഃശുദ്ധിയായി, ദ്രവ്യശുദ്ധിയായി. 3ാമത് നമുക്ക് വേണ്ടത് ഭക്ഷണശുദ്ധി വേണം, അതായത് ശരീരശുദ്ധി. കേമായിട്ട് വൈകുന്നേരം നോൺ വെജിറ്റേറിയനൊക്കെ കേട്ടിട്ട് ഓടി വന്ന് ബാത്റൂമിൽ കുറേ ഷവർ ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഓടി അമ്പലത്തിലേക്ക് പോവുക, അങ്ങനെയല്ല. അതുകൊണ്ടായി ബ്രാഹ്മമുഹൂർത്തത്തിൽ നാമം ജപിക്കണം, ബ്രാഹ്മമുഹൂർത്തത്തിൽ അമ്പലത്തിൽ പോകണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, രാവിലെ നമ്മുടെ നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ, രാവിലെ ശൗചാദികൾ കുളികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധ. അതിനുശേഷം കുളിച്ചതിന് ശേഷം ഭക്ഷണമൊന്നും കഴിക്കാതെ നമ്മൾ രാവിലെ ഈശ്വരനെ തൊഴുമ്പം അതിൻ്റെ പൂർണ്ണഫലം കിട്ടും, ശരീരശുദ്ധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് വേറെ ഭക്ഷണങ്ങളൊന്നും അകത്തും കിടപ്പില്ല, പുറത്തും കിടപ്പില്ല. മത്സ്യമാംസാദ ഉള്ളിൽ കിടന്നുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ കയറുമ്പോൾ എന്താ അതിൻ്റെ ഫലം? എൻ്റെ കയ്യിലിരിപ്പില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അപ്പം അതുകൊണ്ടാണ് പറയണത് ശരീരശുദ്ധി നാമജപത്തിൽ
അല്ലെങ്കിൽ ക്ഷേത്രകാര്യങ്ങളിൽ ആധ്യാത്മിക വിഷയത്തിൽ വളരെ 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 നിർബന്ധമാണ് ശരീരശുദ്ധി. അപ്പം മനഃശുദ്ധി വേണം, സ്ഥലശുദ്ധി വേണം, ശരീരശുദ്ധി വേണം. ഞാൻ പലരോടും പറയാറുണ്ട്, കുളിയൊക്കെ കഴിഞ്ഞാൽ കട്ടിലൊക്കെ തൊടാതെ വേണം നാമം ജപിക്കാൻ. നമ്മൾ വെറും നിലത്തിരിക്കരുത്. ഏതെങ്കിലും ഒരു പലകയിട്ടോ അല്ലെങ്കിൽ ഒരു കാർപ്പറ്റ് ഇട്ടോ അല്ലെങ്കിൽ ഒന്നും മറ്റില്ലെങ്കിൽ കാർഡ്ബോർഡ് എന്തെങ്കിലും ഇട്ടിട്ട് നമ്മുടെ ഒരു സ്ഥലത്ത് ഇരുന്ന് വേണം ജപിക്കാനായിട്ട്. ആ ഇരിക്കുന്ന സ്ഥലം ശുദ്ധമായിരിക്കണം. ഇതൊക്കെ നാമജപത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ഗുണം കിട്ടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ശക്തിയുണ്ട്, അതിനൊരു ഫലമുണ്ട്. മനസ്സിലാവുന്നു. നാലാമതായിട്ട് പറയേണ്ടത് മന്ത്രശുദ്ധിയാണ്. മന്ത്രശുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, ഒരു യുദ്ധം നടക്കാൻ പോകണ പോലെയോ അല്ലെങ്കിൽ എന്തോ അത്യാപത്ത് നടക്കാൻ പോകുന്ന പോലെയോ നാമം ജപിക്കുക. നമഃശിവായ നമഃശിവായ, മഹാദേവനെ ഞാൻ നമിക്കുന്നു, നമഃശിവായ, നാരായണായ നമ, നാരായണായ. അക്ഷരങ്ങൾക്ക് സ്ഫുടതയില്ലാത്ത നാമജപാദികൾ നമുക്ക് ഗുണം ചെയ്യില്ല, അമന്ത്രമായി മാറും. അതുകൊണ്ടാണ് പറയണേ, മന്ത്രദീക്ഷയില്ലാത്ത നാമജപങ്ങൾ പാടില്ല, മന്ത്രം പാടില്ല, മന്ത്രം ജപിക്കരുത്. എന്തുകൊണ്ടാണ് മന്ത്രം ജപിക്കരുതെന്ന് പറഞ്ഞാൽ മന്ത്രത്തിന് ദീക്ഷ വേണം. അതെന്താ കാരണം വെച്ചാൽ ഒരു ഗുരുനാഥൻ ചൊല്ലിത്തന്ന് എവിടെയൊക്കെ നിർത്തണോ എവിടെയൊക്കെ കോമയുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞ് ജപിച്ചാൽ മാത്രമാണ് ആ ഫലം നൽകുന്നത്. പല ആൾക്കാരും പറയാറുണ്ട്, സുദർശനമൊക്കെ എല്ലാ ദിവസവും ഞാൻ ജപിക്കും. എവിടെയാ കോമ, എവിടെയാ നിർത്തുക, ഒന്നും അറിയില്ല. എവിടുന്നാ കേട്ടെ? വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നുള്ള മന്ത്രജപമാണ്. ഒരു മന്ത്രം ആരെങ്കിലും അച്ചടിച്ചു വിടും, അതങ്ങ് ജപിക്കുക, അതിനൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് പറയണേ, മന്ത്രങ്ങൾക്ക് ദീക്ഷ വേണം, മന്ത്രത്തിന് അമന്ത്രം പാടില്ല. അതായത് എനിക്ക് ഐശ്വര്യത്തെ നൽകണേ എന്ന് പകരം എനിക്കെൻ്റെ ഐശ്വര്യത്തെ ഇല്ലാണ്ടാക്കണേ എന്ന അർത്ഥം വരാൻ പാടില്ല. അതുകൊണ്ട് ഏത് മന്ത്രങ്ങൾ ജപിച്ചാലും മന്ത്രദീക്ഷ നിർബന്ധമായിരിക്കണം. അത് നാമജപാദികളും ആയത് നിങ്ങൾ ഒരു തവണയെ ജപിച്ചുള്ളൂ എങ്കിൽ ആ ഒരു തവണ ഭഗവാനെ കണ്ട് സ്ഫുടമായി ജപിക്കേണ്ടേ. രാമ 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 ചോദിച്ചു, രാമൻ്റെ രകാരവും മകാരവും നമുക്ക് കിട്ടണം. നാരായണനാമത്തിൻ്റെ ആ ന്യായും രായും എല്ലാ അക്ഷരങ്ങളും സ്ഫുടമായി കിട്ടുമ്പോഴല്ലേ അത് നാരായണാവുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെയല്ല, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ. അങ്ങനെ നാരായണനാമം ജപിക്കുമ്പോഴാണേലും അല്ലെങ്കിൽ ഇപ്പം ശിവം ശിവകരം ശാന്തം, ശിവാത്മാനം ശിവോത്തമം, ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ആ അക്ഷരങ്ങൾ ആ ശ്ലോകത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം ഉൾക്കൊള്ളുന്നത്. അതായത് അമന്ത്രമാകാൻ പാടില്ല. കാരണം അമന്ത്രമായി കഴിഞ്ഞാൽ അതിന് വലിയ ഗുണമില്ല. കാരണം വെച്ചാൽ എന്ത് ജപിക്കുവാണെങ്കിലും നമ്മൾ ആ സ്ഫുടത നിർബന്ധമാണ്. അപ്പം മനഃശുദ്ധി വേണം, ദ്രവ്യശുദ്ധി വേണം, ശരീരശുദ്ധി വേണം, മന്ത്രശുദ്ധി വേണം. കാരണം ജപിക്കുന്ന കാര്യം. ഇനി അഞ്ചാമത് സ്ഥലശുദ്ധി വേണം. സ്ഥലശുദ്ധി ഞാൻ അവസാനം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പല ആൾക്കാരോട് ഞാൻ നാമം ജപിക്കാൻ പറഞ്ഞ, തിരുമേനി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു സമയമില്ല, ഞാൻ ബസ്സിൽ പോകുമ്പോൾ നാമം ജപിക്കും. ഒരുപാട് വീഡിയോകളിൽ ആൾ പറയേണ്ടത് നിങ്ങൾ എതിരെ പോയാലും നാമം ജപിച്ചോളൂ. നമ്മുടെ ഹിന്ദു ആരാധനാ നിയമപ്രകാരം പോസിറ്റീവായി നിൽക്കുന്ന എനർജിയെ ആണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ കുളിക്കാതെ ചെരുപ്പിട്ടുകൊണ്ട് പുതിയ നല്ല അലക്കിയ വസ്ത്രം ധരിക്കാതെ ശൗചാദികൾ ചെയ്ത് കഴിഞ്ഞാൽ ശൗചം ചെയ്യാതെ കൃത്യമായ ശുദ്ധത്തോടു കൂടിയ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത്, ക്ഷേത്ര ആചാരങ്ങളിൽ പങ്കെടുക്കുന്ന, ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്ന, അതൊക്കെ തന്നെയാണ് നമ്മുടെ കർമ്മങ്ങളിൽ നെഗറ്റീവായ ഒന്നും ചെയ്യില്ല. ഒരു ശവശരീരം കണ്ടാൽ പോലും നമ്മൾ കുടുംബത്ത് മുങ്ങിക്കുളിച്ച് കയറുന്ന, നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ശ്രീകോല മുങ്ങിക്കുളി, ആ നെഗറ്റീവ് നമ്മളിലേക്ക് വരാതിരിക്കാൻ അത്രയും ശുദ്ധമായ പ്രകൃതിയോടെ നമ്മൾ ചെയ്യണം. നമ്മളിപ്പോൾ ഇരിക്കുന്ന ആളുടെ തൊട്ടടുത്ത് നമ്മളിപ്പോൾ അശുദ്ധമുള്ള ആളാണോ നമ്മളിരിക്കണേ, അശുദ്ധമുള്ള സ്ത്രീയാണോ ഇരിക്കണേ, ഹോസ്പിറ്റലിൽ പോയിട്ടൊരു ബോഡി കണ്ട ആളാണോ ഇരിക്കണേ, എന്തെങ്കിലും കുളിക്കാത്ത ആളാണോ ഇരിക്കണേ, നമുക്കറിയില്ല. അപ്പം നമ്മൾ നാമം ജപിക്കുമ്പോൾ ഭഗവാനെ കളിയാക്കുന്നതിന് തുല്യമല്ലേ.
ഒരു ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. ആ ഈശ്വരനെ വിളിക്കുമ്പോൾ എത്ര ശുദ്ധം വേണോ അത്രയും ശുദ്ധം വേണം. അപ്പോൾ അതുകൊണ്ട് രാവിലെ കാലയിൽ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നമസ്കാരം ചോദിക്കുക, തലേ ദിവസത്തെ പാൻസൊക്കെ ഇട്ടേക്കണം. അപ്പോൾ ശുദ്ധ എവിടെയാ? ചെരുപ്പിട്ട് കഴിഞ്ഞാൽ നാമം ജപിക്കുമോ? അപ്പോൾ അതുകൊണ്ട് സ്ഥലശുദ്ധി, നമ്മൾ ജപിക്കുന്ന സ്ഥലം അത് ശുദ്ധമാവണം. ശുദ്ധമായിട്ട് ജപിക്കുമ്പോഴാണ് അതിൻ്റെ ആ പ്രത്യേകത. ഞാൻ ഇത്ര ജപിച്ചു എന്ന് പറയുന്നതല്ല കേമത്തം, ഞാൻ ചെയ്യേണ്ട പോലെ ചെയ്തു എന്ന് പറയുന്നതിലാവണം കേമത്തം. ആ ചെയ്യേണ്ട പോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫലത്തിലേക്ക് വരുന്നത്. ഇതൊക്കെ അറിയാം, നിങ്ങൾ എന്നേക്കാളും കേമന്മാരാണ് കേൾക്കണവർ. പക്ഷേ എങ്കിലും ഓർമ്മപ്പെടുത്തലുകൾ അതൊരു ഗുരുനാഥൻ്റെ കടമയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആരാധന ആചാരക്രമങ്ങൾ എന്തു തന്നെയായാലും, ക്ഷേത്ര ദർശനങ്ങളായാലും നാമജപാദികളാണെങ്കിലും നമ്മുടെ കുടുംബത്തെ കാര്യങ്ങളാണെങ്കിലും ഈ 5 കാര്യം മിനിമം നമ്മൾ പാലിക്കണം. ഇത് 5 കാര്യങ്ങളും ധൃതി വെച്ച് ചെയ്യേണ്ട കാര്യമില്ല. 2 മിനിറ്റ് ആണെങ്കിൽ പോലും അത് ശരീരശുദ്ധിയോടെ ചെയ്യണം, മന്ത്രശുദ്ധിയോടെ ചെയ്യണം, ദ്രവ്യശുദ്ധിയോടെ ചെയ്യണം, മനഃശുദ്ധിയോടെ ചെയ്യണം, സ്ഥലശുദ്ധിയോടെ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ. കാരണം വാചികം നമ്മൾ ജപിക്കുന്നതെല്ലാം ഇതേ ശുദ്ധി. മനസ്സിൽ സ്മരിക്കാനായിട്ട് നിങ്ങൾക്ക് എവിടെ ഇരുന്ന് സ്മരിക്കാം. ഭഗവാനെ നമുക്ക് ഓർക്കാം, ഗുരുവായൂരപ്പ എന്ന് ഓർത്തുകൊണ്ട് രാവിലെ നിങ്ങൾ കസേരയിരുന്നു മനസ്സിൽ ഗുരുവായൂരപ്പനെ ഓർത്ത് കടന്നിരിക്കാം. ഏറ്റുമാനൂരപ്പനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് കസേരയിരിക്കാം. നിങ്ങൾ ചെയ്യുന്ന ഓഫീസിൽ, നിങ്ങൾ ഏത് കാര്യം, ഇപ്പം വീട് പൂട്ടുമ്പം ഗുരുവായൂരപ്പനെ ഓർക്കാം, കാത്തോളെ. പിന്നെ കുട്ടികളെ സ്കൂളിൽ വിടുമ്പം ഭഗവാനെ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുന്നതിന് ഒരു അശുദ്ധാദികളും നോക്കണ്ട. വാചികമായി നമ്മൾ ജപിക്കുന്ന സമയത്ത് പഞ്ചശുദ്ധികൾ നിർബന്ധമായി നമ്മൾ പരിപാലിച്ചാൽ മാത്രമാണ് ആ ജപാദികൾ കൊണ്ട്, ആ ആചാരം കൊണ്ട്, ആ ആരാധന കൊണ്ട് ഐശ്വര്യത്തിൻ്റെ വരവുണ്ടാവുള്ളൂ. അത് പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ, അത് നന്മയാവുള്ളൂ, അത് കൃത്യമാകുള്ളൂ. അല്ലാണ്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ള രീതിയിൽ വലിച്ചു വാരി ചെയ്യുന്നതല്ല. ചെയ്യുന്നത് വൃത്തിയും ചിട്ടയും കൃത്യവുമാകുമ്പോഴാണ് അതിൻ്റെ ഫലത്തിലേക്ക് വരുന്നത്. ഇപ്പം നമുക്ക് തന്നെ അറിയാം കൊല്ലമൊക്കെ, ഇപ്പം ലോകത്ത് ഏറ്റവും വലിയ ആചാരാനുഷ്ഠാനങ്ങളിൽ, താന്ത്രിക കർമ്മത്തിൽ, ശുദ്ധവൃത്തിയിൽ ഏറ്റവും നമ്മളെല്ലാം അറിയപ്പെടുന്നതാണ് ഗുരുവായൂർ. അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പൻ്റെ ശക്തി എത്രയാണ്? അളക്കാൻ പറ്റുമോ? പറഞ്ഞാൽ നിൽക്കുമോ അദ്ദേഹത്തിൻ്റെ കാരണം ഓരോ വ്യക്തിയുടെ മുമ്പിലും അവിടെ ചെല്ലുന്ന ഏതൊരു കുഞ്ഞു കുട്ടിയുടെ ചെവിയിലാണെങ്കിലും ഒരു തവണയെങ്കിലും ഭഗവാന്റെ ചിരി സ്പർശനം ചെയ്യാത്ത ഒരാൾ ഗുരുവായൂരമ്പലത്തിൽ ദർശനം നടത്തി തിരിച്ചു വരുന്നില്ല. ആ ഭഗവാന്റെ കവാടം അങ്ങോട്ട് കടന്നു ചെന്ന് കഴിയുമ്പോൾ, ആ ആല് കഴിഞ്ഞാൽ മുമ്പോട്ട് കടക്കുമ്പോൾ, അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭഗവാന്റെ ഗന്ധം, ഭഗവാന്റെ സ്പർശനം, ആ ഭഗവാന്റെ കരുണ, ആ സ്നേഹം, ആ വാത്സല്യം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഫീൽ ചെയ്യും. നമ്മൾ മറ്റൊരു ലോകത്ത്, മറ്റൊരു സ്ഥലത്ത്, മറ്റൊരു സങ്കല്പത്തിലേക്ക് നമ്മൾ ചെന്ന ഒരു പ്രതീതിയാണ്. അതിങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ആ ഗുരുവായൂരപ്പനത്തിൻ്റെ ഏകദേശം ആ 1 കിലോമീറ്റർ പരിസരത്ത് തന്നെ നമ്മൾ സന്തോഷമാവുക. എത്ര സങ്കടമായിട്ടും കേട്ടെ, ഭയങ്കര സന്തോഷമാവുക. അതാണ് ഭഗവാൻ, അതാണ് ഗുരുവായൂരപ്പൻ, അതാണ് ആചാരം, അതാണ് അനുഗ്രഹം. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ പറ്റും. ആ ആചാരത്തിലൂടെ, ആ കൃത്യയുടെ, ആ പഞ്ചശുദ്ധി പാലിക്കപ്പെടുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന പൂർണ്ണഫലമാണ്. പൂർണ്ണഫലത്തിന് വേണ്ടി വേണം നമ്മൾ കർമ്മം ചെയ്യാൻ. ആ പൂർണ്ണഫലത്തിലേക്ക് വേണ്ടി ചെയ്യണം. അപ്പോൾ ആ പൂർണ്ണതയ്ക്ക് വേണ്ടി, ആ പൂർണ്ണ വൃത്തിയോടുകൂടി ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഫലത്തെയാണ് നമ്മളെ ശാശ്വതമായി നിലനിർത്തുന്നത്. ശ്രദ്ധിക്കുക, ആചാരത്തിൽ ശുദ്ധത്തിന് വളരെ പ്രാധാന്യമുണ്ട്, വൃത്തിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് അങ്ങനെ തന്നെ പരിപാലിക്കണം. നമസ്കാരം. ഗോവിന്ദൻ പുരി.